എത്ര വലിയ ഓഫർ കൊടുത്തിട്ടായിരിക്കും അവൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഈ പെർഫോമൻസ് നടത്തിച്ചത്. കുഞ്ഞമ്മ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി തുറന്നു വരും. ഞാനെന്തിനാ പല്ലവി ഇനി വിഷമിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ കൂടെ കാണാത്ത ഒരാള് എൻ്റെ മേലിങ്ങനെ ഒരു അവകാശം സ്ഥാപിക്കാൻ നോക്കിയാ ആൻസി വർഗീസ് വെറുതെ ഇരിക്കില്ല. അവൻ്റെ വേരെവിടെയാണോ അത് കണ്ടുപിടിച്ച് അവസാനിപ്പിക്കാതെ ഈ ആൻസി നിർത്തില്ല. അവന് കുടുംബമൊക്കെ കാണുമല്ലോ, ജന്മം കൊടുത്ത അമ്മയും അച്ഛനും സഹോദരങ്ങളും ഭാര്യയും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വരെ. മലയാളി തന്നെയല്ലേ അവൻ. അവനെതിരെ എന്ത് ലീഗൽ മൂവ്മെന്റ് നടത്തിയിട്ടാണെങ്കിലും അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഇനി ഞാൻ വിശ്രമിക്കത്തില്ല. ജസ്റ്റിന് എന്താണെങ്കിലും ഇനി സിറ്റിയിൽ തങ്ങാനുള്ള സാധ്യത കുറവാ. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റും. മുളുവ മാത്രമല്ല അവൻ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെ അതല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ഇപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ല. CFS നിന്ന് റിസൾട്ട് വരുന്നവരെ അവൻ പറഞ്ഞതാണ് സത്യം, മറ്റുള്ളവരെല്ലാം വിശ്വസിക്കും. ഇപ്പൊ തന്നെ റെസ്പോൺസ് കണ്ടില്ല, വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുക. അവനാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ ഉണ്ട്, സ്ത്രീകളുടെ ഉൾപ്പെടെ. ജസ്റ്റിൻ ഡിസൂസയെ വാഴ്ത്തുക എല്ലാവരും. വാഴ്ത്തിക്കോട്ടെ സാറേ, വാഴ്ത്തിക്കോട്ടെ. ആൻസി വർഗീസിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും കാണൂലേ ഈ സമൂഹത്തിൽ? സത്യം മനസ്സിലാക്കിയ സാറിനെ പോലെയുള്ള കുറച്ചു പേരെങ്കിലും കാണില്ലേ? എനിക്ക് ജയിക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള 3-4 പേര് മതി. സാറേ, അവൻ കല്യാണം കഴിച്ചാണോ? അതുപോലെ അറിയാമോ സാറിന്? കല്യാണം കഴിച്ചതാ. ആലപ്പുഴ അവരുടെ സ്ഥലം. പഴവീടെന്ന് പറഞ്ഞൊരു സ്ഥലത്താ, ടൗണിലാ. അതൊക്കെ അന്വേഷിച്ചായിരുന്നു സാറേ. എന്നാ ഞാനെന്ത് പോയി അന്വേഷിക്കട്ടെ? അവന്റെ പെണ്ണുമ്പിള്ളയിൽ സപ്പോർട്ടാണെന്ന് അറിയണമല്ലോ. അവക്ക് 2 കൊടുത്താലേ ഉള്ളതുള്ളതുപോലെ പറയും. കൊച്ചപ്പൻ പറയുന്ന ഒരു കണക്കിന് ശരിയാണ് സാറേ. ആ സ്ത്രീയെ കണ്ടാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. ഉറപ്പായിട്ടും ഞാനും ആ റൂട്ടിൽ തന്നെ ചിന്തിക്കുന്നേ. ആ സ്ത്രീയെ കണ്ട യഥാർത്ഥത്തിൽ ആ വീഡിയോയിലുള്ളവർ ആരാണെന്ന് അവർക്കറിയാൻ പറ്റും. അതായത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് 2016 ഈ ജസ്റ്റിൻ ഡിസൂസയും വൈഫും തമ്മിൽ ഡിവോഴ്സ് ആയിട്ടുണ്ട്. ലീഗലി സെപ്പറേറ്റഡ്. ഒരു കുട്ടിയുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ ഇഷ്യൂ ആയിരിക്കാം അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തതിന് കാരണം. എൻ്റെ ഒരു ഊഹമാണ്. ഊഹമല്ല സാറേ, അങ്ങനെ തന്നെ ആയിരിക്കും. ആ ജസ്റ്റിന്റെ സ്വഭാവം വെച്ചിട്ട് അയാൾക്ക് ഒരുപാട് പെൺകുട്ടികളായിട്ട് ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ ഫാമിലി ലൈഫിൽ ഇഷ്യൂ ഉണ്ടാവാൻ കാരണം ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ആ സ്ത്രീക്ക് മുന്നിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് വേറൊരു പെണ്ണുണ്ടാവില്ലേ അയാളുടെ കൂടെ ആ വീഡിയോയിലുള്ള പെൺകുട്ടി? അതായത് ജസ്റ്റിനും നാൻസിയും തമ്മിലുള്ള വ്യാജ വീഡിയോയിൽ പകരം ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാണെന്ന് ജസ്റ്റിന്റെ വൈഫിന് അറിയാൻ പറ്റും അല്ലേ? അതല്ലേ നാൻസി ഉദ്ദേശിച്ചത്? അതെ, കറക്റ്റാ. അവന്റെ വൈഫിനെ കണ്ടെത്തി അവരോട് സംസാരിച്ച അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ കൊണ്ട് സത്യം പറയിപ്പിച്ചൂടെ നമുക്ക്? അത് തന്നെ. പക്ഷെ ആ പെൺകുട്ടിയെ അവൻ ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. എന്നാലും ആ ഒറിജിനൽ വീഡിയോ ഏതായാലും ആ ജസ്റ്റിന്റെ വൈഫ് ഡിവോഴ്സിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ വീഡിയോ അത് പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ കോടതിയിൽ? നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലേ? അതിന്റെ ഒരു കോപ്പി കിട്ടിയ അത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ് സർ. അതാണെങ്കിൽ നമുക്ക് പ്രൂഫായിട്ട് CFS കൊടുക്കുകയും ചെയ്യാം. 100% കറക്റ്റ് ആൻസി. ആൻസിയുടെ മനസ്സിപ്പോഴാ ഒന്ന് സ്ട്രോങ് ആയത്. ആൻസിയുടെ ഈ തോട്ടും ശക്തിയുവാ ഇനി ഞങ്ങൾക്ക് വേണ്ടത്. നമ്മൾ എത്തും ആൻസി. സാറേ, അവൻ ഇവിടെ വന്ന് ഈ വെല്ലുവിളിച്ചു പോട്ട് അവൻ ആ വീട്ടിൽ തന്നെ കാണും. അങ്ങോട്ട് ചവിട്ടി പൊളിച്ച് 2 പിട അങ്ങോട്ട് ഇട്ട് കൊടുത്താലേ അവൻ 2 കൊടുത്താൽ സത്യം അങ്ങ് പറയത്തില്ലയോ? കേസും ബുക്കാറും ഒക്കെ വരട്ടെ, അത് പിന്നത്തെ കാര്യമല്ലയോ? ഇതൊന്നും വേണ്ട. അങ്ങനെയൊക്കെ പോയാൽ ആൻസി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ആൻസി ഇപ്പം ചിന്തിച്ചത് കറക്റ്റാ. ഞാൻ രാജ്മോഹൻ സാറിനെ വിളിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സഹായിച്ചില്ലെങ്കിലും രാജ്മോഹൻ സാറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സാറേ, അവരിപ്പം ബാംഗ്ലൂരായിരിക്കില്ലേ? അവിടെ പോകേണ്ടി വരുമോ? ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് പോയി അന്വേഷിച്ചൂടെ? അവർ ബാംഗ്ലൂർ IT കമ്പനിയിൽ ജോലിയായിരുന്നു. ഇഷ്യൂ വന്നപ്പോൾ അവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന പത്മനാഭ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അല്ലേ പത്മനാഭ? അതെ സാർ.
ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കൂടി അവരവിടെ ജോലി ചെയ്തു. നാട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. കിട്ടുന്നില്ലല്ലോ. സാറേ അപ്പൊ അവര് ആലപ്പുഴ കാണുമോ? നോക്കാം. രാജ്മോഹൻ സാറോട് വരട്ടെ. സാറേ ഈ ഋഷിയും ചിറ്റപ്പനും ഒക്കെ ഇല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ. ആ സാറേ, സാറ് ഫ്രീ ആണോ? ഒന്ന് ഇവിടെ വരെ വരാമോ? ഓക്കെ, ശരി സാർ. ഋഷിയും ചിറ്റപ്പനും ഒക്കെ ടെക്നീഷ്യന്മാരെ സ്ഥിരമായിട്ട് താമസിപ്പിക്കുന്ന 2-3 ഹോട്ടലുണ്ട്. എനിക്ക് തോന്നുന്നു ജസ്റ്റിനെ അവിടെ താമസിപ്പിക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്ന്. ആ ഹോട്ടലിൽ നമ്പർ കയ്യിലുണ്ടോ? ഉണ്ട്. എന്നാ ഒന്ന് എടുത്തേ. ഒരു പേപ്പർ. അൻസി, എന്താണെങ്കിലും നമ്മൾ തുടങ്ങുക. രാജ്മോഹൻ സാർ ഇപ്പോൾ വരും. നമുക്ക് ആലപ്പുഴ വരെ ഒന്ന് പോവാം. ആ സ്ത്രീയെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവിടുന്ന് എന്ത് മൂവ്മെന്റ് വേണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊരു സ്ത്രീയാ അവര്, എന്തൊരു ആരോഗ്യ. എന്റെ കൈ രണ്ടും തിരിഞ്ഞു പോയി. വല്ല ആയുധം കയ്യിലുണ്ടെങ്കിൽ അവരെന്നെ കൊന്നേനെ. എന്തായാലേ ആ പെർഫോമൻസ് അങ്ങോട്ട് കലക്കിട്ടാ. ഈ പെർഫോമൻസ് ഈ ലെവലിൽ അങ്ങോട്ട് തുടർന്നോ, ഒരു നാഷണൽ അവാർഡ് ഉറപ്പാ. ഇതുപോലുള്ള പ്രതിഭകളെ അവസരം കിട്ടാതെ അങ്ങോട്ട് ഒതുങ്ങിപ്പോവല്ലേ. ബേബിച്ചാ, നമ്മുടെ പടത്തിലെ ഒരു സെക്കൻഡ് ഹീറോ ക്യാരക്ടർ അല്ലേ നമ്മുടെ ആ തെലുങ്ക് ഒരു ആർട്ടിസ്റ്റിനല്ലേ വെച്ചേക്കുന്നത്? അതിന് വരെ നമുക്ക് നമ്മുടെ ജസ്റ്റിനെ ഒന്ന് സജസ്റ്റ് ചെയ്താലോ? കറക്റ്റ്. ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടിട്ടേ നീ നാക്ക് വായിലേക്ക് ഇട്ടതാ. ദേ അപ്പ ഋഷി പറയണ്. ദേ കണ്ട ഞങ്ങളുടെ മനപ്പൊരുത്തം കണ്ട. സാറേ അപ്പൊ നിങ്ങളുടെ പടത്തില് സെക്കൻഡ് ഹീറോ ആക്കണേ എന്നെ? ആയി കഴിഞ്ഞു. ഓ സാറേ, ഒരു നല്ല വേഷത്തിന് വേണ്ടി എത്ര കാലമായിട്ട് അലയോന്നറിയോ? ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ദിവസക്കൂലിക്ക് വരെ പോയിട്ടുണ്ട് തെലുങ്ക് തമിഴ് പടങ്ങളിൽ. ചാച്ചാജി സാറിൻ്റെയും ചക്രപാണി സാറിൻ്റെയും പടങ്ങളിൽ ചെറിയ 2 സീനും കിട്ടി. നായകനാവുന്നതൊക്കെ സ്വപ്നം മാത്രമാണ് സാറേ. ഇനിയിപ്പോൾ സ്വപ്നമല്ലല്ലോ, യാഥാർത്ഥ്യമാകാൻ പോവല്ലേ? ഷോ, ഒരു വീഡിയോ കൊണ്ടുവന്ന ഭാഗ്യം കണ്ട. ഒരു പടത്തില് ഹീറോക്ക് തുല്യമായ അവസരം കിട്ടിയത് കണ്ട. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ലാംഗ്വേജിൽ അടക്കം ഇറക്കണ പട. മൾട്ടി ലാംഗ്വേജ് മൂവിയാ സാറേ. അപ്പൊ എല്ലാ ലാംഗ്വേജിലും ആ ക്യാരക്ടർ ഞാൻ തന്നെയാണോ? അതെ, എല്ലാ ലാംഗ്വേജിലും ആ ക്യാരക്ടർ നിങ്ങൾ തന്നെ. മറ്റ് ഭാഷകളിൽ അതാത് സ്ഥലത്ത് സൂപ്പർ സ്റ്റാറുകളാ ചെയ്യണേ. പക്ഷെ തൻ്റെ ക്യാരക്ടർ താൻ തന്നെ ചെയ്യും. അത് പോരെ? എന്റെ പൊന്ന് സാറേ, ഇതിൽ കൂടുതൽ എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട. തന്നില്ലെങ്കിലും ദാ ഈ ഒരു മനസ്സുണ്ടല്ലോ, എനിക്കത് മതി. ആ പെണ്ണുപിള്ള കൈവച്ചതല്ലേ, അതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഇനി അങ്ങ് രക്ഷപ്പെട്ടോളും. ചില പെണ്ണുങ്ങൾ വന്ന് തൊട്ടാൽ മതി, ഭാഗ്യം ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടും. സാറേ ആ പെണ്ണുപിള്ള അത്രയ്ക്ക് കുഴപ്പക്കാരിയാണോ? അല്ല, നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ അവരത്രയ്ക്ക് എന്താ ചെയ്തേ? അവളും ഞാനുമായിട്ടുള്ള വീഡിയോ ഈ അടുത്ത കാലത്താണ് ഞാൻ കണ്ടത്. എന്തായാലും നിങ്ങൾ ഒപ്പിച്ചെടുത്തല്ലോ. ഈ KGSനെ ജസ്റ്റ് നേരത്തെ അറിയോ? പിന്നെ കേട്ടിട്ടുണ്ട്, TV-യിൽ കണ്ടിട്ടുണ്ട്. ഓ, ആ പുലിയുടെ മടയിലോട്ടാ കയറി ചെല്ലുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഓ, ശരിക്കും കണ്ടപ്പോഴേ എൻ്റെ താളം തെറ്റി. കൊമ്പം, മീശയും കണ്ണുരുട്ടും. ഓ, ആ പെണ്ണുമ്പിള്ളയെ കൂടെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴേ അവരെ കണ്ടപ്പോൾ ഞാനങ്ങ് വീട് പോകുന്നാ വിചാരിച്ചേ. പിന്നെ വാങ്ങിച്ച പൈസയുടെ കാര്യം ഓർത്തപ്പം വരുന്ന പോലെ അങ്ങ് വരട്ടെന്ന് വിചാരിച്ചു. പറയാനുള്ളതൊക്കെ നൂത്തങ്ങ് പറഞ്ഞു. പിന്നെ ഒരു പെർഫോമൻസ് അല്ലായിരുന്നോ? എവിടുന്നോ കയറിയൊരു എനർജി. ജസ്റ്റിന് ഇവള എവിടെങ്കിലും വെച്ച് മുൻപ് കണ്ടണ്ട? വല്ല ഫാഷൻ ഷോക്കൊക്കെ? എവിടെ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറേ, എൻ്റെ പെർഫോമൻസ് കണ്ടേ ആ KGS പോലും ഞെട്ടി. അവള് കുഴപ്പക്കാരിയാണെന്നുള്ളത് അയാൾക്കും തോന്നിക്കാണും, അത് ഉറപ്പാട്ടോ. എങ്കി ജയിച്ചുട്ടാ.
ബാക്കിയൊക്കെ ഇനി അയാൾ നോക്കിക്കോളും. ജസ്റ്റിനും അവളും തമ്മിലേ പഴയ ബന്ധാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഋഷി മോനെ നമ്മൾ ജയിച്ചു. ഉറപ്പായിട്ട് തോന്നിയിട്ടുണ്ട് സാറേ. ഞാൻ പറയുന്നതിനൊക്കെ കൗണ്ടർ ചെയ്യാൻ പറ്റാണ്ട് അന്താളിച്ച് നിൽക്കുമല്ലായിരുന്നു അയാള്. ഋഷി മോനെ അപ്പൊ വണ്ടി നേരെ ഹോട്ടലിലേക്ക് അങ്ങോട്ട് വിട്ടോ. ഇന്ന് ആഘോഷ രാവാട്ട നമ്മടാ. അടിച്ചങ്ങോട്ട് പൊളിക്കാം നമുക്ക്. അതെ അതെ. ബേബിച്ചാണെന്ന് തോന്നുന്നു. വരുമെന്ന് പറഞ്ഞായിരുന്നേ. ഹരി, ഞാനിപ്പോ പ്രൊഡ്യൂസറുടെ വീട്ടിലാ. ആനന്ദ് ഇവിടെ അല്ല, ആനന്ദനും കുട്ടികളും വേറൊരു വീട്ടിലാ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളാം. ശരി കേട്ടാ. നൂർജഹാന്റെ മാനേജറാണേ ഹരി. നമുക്കിന്ന് അഡ്വാൻസ് അങ്ങോട്ട് കൊടുത്തേക്കാം അല്ലേ? കൊടുത്തേക്കാം. എത്ര കൊടുക്കണം? ഇപ്പൊ അങ്ങോട്ട് ഒരു 5 അങ്ങോട്ട് കൊടുത്തേക്കാം. ആയിക്കോട്ടെ. ബേബി ഇരിക്കേ, കഴിക്കാലോ. അതെ, റെമുനറേഷൻ അങ്ങോട്ട് ഫിക്സ് ചെയ്തല്ലേട്ടാ. അത് പറയേണ്ടത് ആനന്ദനാട്ടാ. അതൊക്കെ അങ്ങ് ഫിക്സ് ചെയ്തോണം. അവസാനം ബഡ്ജറ്റ് കൂടിയെന്ന് പറഞ്ഞേക്കരുത്. ഈ നൂർജഹാനെ അവളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവൾ ഇപ്പൊ മേടിക്കണതേ 30, 35, 40 ഒക്കെ. ഈ തെലുങ്കും കന്നഡക്കണിയ 1 വരെ വാങ്ങിക്കണ്ട്. അത് കൂടുതലല്ലേ ബേബി? അത് മേഡം ഞാനെന്ത് പറയാനാ, അത് ഡയറക്ടറെ താല്പര്യമല്ലേ. പൈസ കൂടിയാലും പുള്ളി അതിൽ തന്നെ ഉറച്ചിക്ക. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ അവർ അടുത്തുണ്ടായിരിക്കുന്ന ഒരു സന്തോഷമായിരിക്കും ആൾക്കേ. അതും ഒരു പോസിറ്റീവാ. അടുത്ത ആളിരിക്കണത് ആൾക്കൊരു എനർജിയാ. എനർജി കൂടിയാലും കുഴപ്പോ വർക്ക് നടക്കത്തില്ല, ബഡ്ജറ്റും പൊളിയും കേട്ടാ. ചിത്രേ, ആ നൂർജാന്റെ കാര്യത്തിൽ ഒരു നോട്ടം വേണം കേട്ടാ. അത് നിങ്ങൾ അങ്ങ് നോക്കിയാ മതി. സിനിമയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ബാങ്കിൽ നിന്ന് പൈസ പോകുന്നത് മാത്രം അറിയാം. ആനന്ദാ, ഞാൻ തറവാട്ടിലുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആ നൂർജഹാന്റെ മാനേജർ ഹരിയെ നമ്മളോട് 10 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞു. അതെ, നീ റെഡി ആയിട്ടിരുന്നോ, ഞാൻ അങ്ങോട്ട് വരാം. ആനന്ദനാ നൂർജഹാന്റെ അടുത്ത് പോവാനായിട്ടാ. നിക്കടി അവിടെ. നീ എവിടെ നിറങ്ങാൻ പോയിട്ട് വന്നതാടി? അതെന്തിനാ മമ്മി അറിയുന്നത്? അറിയണോടി, എനിക്ക് അറിയണം. ഇതേ വഴിയമ്പലമൊന്നും അല്ല, തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാനും. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എനിക്ക് വരാനും പോകാനും ആരുടെ അനുവാദം വേണ്ടുന്നത്? വേണോടി, അനുവാദം ഒക്കെ വേണം. നീ എന്തായാലും അവളുടെ കൂടെയല്ലേ, നിന്റെ ആൻസി വർഗീസിന്റെ കൂടെ. അവളുടെ പുതിയ വിശേഷമൊക്കെ അറിഞ്ഞല്ലോ. ഒരുത്തനിവിടെ വന്നിട്ടുണ്ടല്ലോ, ജസ്റ്റിൻ ഡിസൂസ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ അവൾ ആരായിരുന്നു. അവൻ ആരാന്ന് മനസ്സിലായി, അവനെ ആരാ കൊണ്ടുവന്നെന്ന് മനസ്സിലായി. ഇതൊന്നുമേ അത്ര വലിയ മിടുക്കല്ല. നീ വലിയ മിടുക്കാണല്ലോ. ഈ മിടുക്കും കൊണ്ടേ ഇവിടുന്ന് ഇറങ്ങിക്കോണം. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. റൂം ലോക്ക് ചെയ്തിരിക്കുക. റൂം ലോക്ക് ചെയ്തെന്നോ? ലോക്ക് ചെയ്തിരിക്കുക. നന്നായി, വളരെ നന്നായിട്ടാ. ഇനിയേ ഇവളെ ഈ വീട്ടിൽ അങ്ങോട്ട് കേട്ടരുത്. മമ്മി, 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 മമ്മിന്റെ റൂമിന്റെ കീ എന്തിയേ? എന്റെ റൂമിന്റെ കീ ഇതാ. നിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്, അല്ലാതെ അവിടെ ഒന്നുമില്ല. മോളത്തെ റൂമും ഹാളും ഒക്കെ പ്രൊഡക്ഷൻ ആവശ്യത്തിന് കൊടുത്തിരിക്കുക.
നീ എല്ലാം എടുത്തോണ്ടങ്ങ് പൊയ്ക്കോണം. മമ്മി, നിങ്ങൾ സ്വയം നശിക്കുക. ദൈവനെയൊക്കെ കൂട്ടുപിടിച്ച് കൂടെ നിർത്തിയ മമ്മി ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാവെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ചെയ്തു വെച്ച പാപങ്ങളുടെ ലിസ്റ്റില് ഇതും കൂടി കൂട്ടിക്കോ. സ്വന്തം മോളെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നുള്ള ബഹുമതി. ഞാനിവിടെ സഹായിക്കാടി. നിങ്ങളൊരുത്തനെ പറഞ്ഞു വിട്ടല്ലോ കേജസിന്റെ വീട്ടിലോട്ട്. അവൻ ആരാന്ന് എന്താന്ന് ഞങ്ങൾ മാലോകരെ അറിയിച്ചോളാം. ഒന്ന് പോടി കൊച്ചേ, അത് ഇവിടെ മതി, എന്റെ അടുത്ത് വേണ്ട. നീ പടി ചവിട്ടി പോകരുത്. മരതക വീട്ടിലെ ഇളയസന്ധി പേര് ഞാൻ വെട്ടിയിട്ട് കുറച്ചു നാളായി. ഇവൻ എന്റെ കഴുത്തിട്ടുന്ന താലി വലിച്ചു പൊട്ടിച്ച് അവന്റെ മുഖത്തെറിഞ്ഞ നിമിഷം ഞാൻ വെട്ടിയത് ആ പേര്. അതിന് സാധനങ്ങള് ഇനി വല്ലതും ഉണ്ടെങ്കിലേ പറഞ്ഞാ മതി, ആൾക്കാരെ വിട്ട് എടുപ്പിക്കാൻ. നീ ഒരാണാണോ? ശകലെങ്കിലും ആണത്തുള്ളവനാണെങ്കിൽ ഇങ്ങനെ ഈ വീട്ടിൽ വന്ന് കിടക്കുമോ? നീ നിനക്ക് സ്വയം രക്ഷപ്പെടാൻ നിന്റെ അമ്മായച്ഛനെയും അമ്മായിയമ്മയും നല്ല പോലെ ഉപയോഗിക്കേ. പക്ഷെ അവരെ കയ്യമം വെച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിന്നെ കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോകും. അതിനുള്ള വഴി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത് നമുക്ക് ആ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്യണം. വേറെ ഏതൊക്കെ പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ അനന്ത, അതല്ലല്ലോ പ്രശ്നം. ഇനി എന്താ പ്രശ്നം? ഈ ആൻസി വർഗീസിന്റെ കേസ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പറ്റോ? ജസ്റ്റിനെ കൊണ്ടുവന്ന് KGSനെ ആൻസിയെ നമ്മൾ പൂട്ടി. നമ്മൾ അതിൽ വിജയിച്ചു. പക്ഷേ തോറ്റു മാറിയിരിക്കവനല്ലാട്ടാ ഈ KGSും അവളും. ഇന്നലെ തന്നെ കണ്ടില്ലേ ആ പല്ലവി? അവളാണ് വിഷം, കൊടും വിഷം. അനന്ത, നിങ്ങളുടെ കുടുംബത്തിൽ നാശം വിതയ്ക്കാൻ പോണത് അവൾ ഒരുത്തിയ. അവളെ അന്നേ ഒതുക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. ഇപ്പൊ അവളും കൂടി ആ ഗ്രൂപ്പിൽ ചേർന്നില്ലേ? അനന്ത, ഞാൻ അറിഞ്ഞതേ അവരെന്തോ ഒരു വലിയ മൂവ്മെന്റ് നടത്തണുണ്ടെന്നാ. അനന്തന്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ പ്രൊജക്ട്. അതിനല്ലേ ഞാൻ അനന്തന്റെ കൂടെ നിൽക്കണേ. അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ അഡ്വാൻസ് കൊണ്ട് ഉറപ്പിക്കാം. ചെക്ക് കൊണ്ടുവന്നില്ലേ? അല്ല ബേബി, ഈ ആദിത്യ മ്യൂസിന്റെ ചെക്ക് കൊടുത്ത പിന്നെ എങ്ങനെയാ? ചെക്ക് നമുക്ക് ഇപ്പൊ കൊടുക്കാം. പ്രൊഡക്ഷൻ മാറാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലായിട്ട് വെച്ചാ പോരെ. ഇപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ആ ഹരി, ഞങ്ങളങ്ങോട്ട് എത്താറായിട്ടാ. സാർ, ഇത് ഫ്ലാറ്റാണോ അത് വീടാണോ? ഇതൊരു അപ്പാർട്ട്മെന്റ് ആണെന്നാ മനസ്സിലായത്. സ്വന്തം അപ്പാർട്ട്മെന്റ് ആയിരിക്കോ? അതറിയില്ല. എന്തായാലും അവരായിട്ട് എടുത്തതല്ല. ഈ മീഡിയേറ്റർമാർ ശരിയാക്കി കൊടുക്കുന്ന അപ്പാർട്ട്മെന്റ് ഇല്ലേ, അത്ര റിച്ച് ആയിട്ടുള്ള ഒന്നുമല്ല. ഈ ജസ്റ്റിൻ തന്നെ എടുത്തായിരിക്കോ? അല്ല, ഈ അടുത്ത കാലത്ത് ഒക്കിപ്പൈ ഇതെന്നാ നാരായൺ സാർ പറഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽസ് സാർ അന്വേഷിക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ, യൂണിഫോമിലല്ലല്ലോ. അതിലെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ചെറിയ ചൊറിച്ചിലും ഉണ്ട്. സാറേ, നമുക്ക് ഈ ബാംഗ്ലൂർ പോയി അന്വേഷിച്ച് അയാളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ലേ? പറ്റും. പക്ഷേ ഇപ്പോൾ അവൻ കേരളത്തിലേക്ക് വന്നല്ലോ. KGSന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി പോവുകയും ചെയ്തു. എന്തായാലും അവൻ തിരുവനന്തപുരത്ത് എവിടെയും ഹാൾട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഇവിടെ തങ്ങാൻ വഴിയില്ല. സാറേ, അപ്പോ തിരിച്ചിനി ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടാവോ? മേ ബി. പക്ഷേ അവൻ എയർപോർട്ടിൽ നിന്ന് പോയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ അവൻ്റെ പേര് ടിക്കറ്റ് എടുത്തിട്ടുമില്ല.
ഞാൻ അത് ചെക്ക് ചെയ്യാൻ ആളിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ് വഴിയാവും വന്നതെങ്കിൽ റോഡ് വഴി തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും. എന്തായാലും അയാളുടെ മിസ്സസിനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമല്ലോ. പറ്റും, നോക്കാം നമുക്ക്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. മേഡം എഴുന്നേറ്റില്ലേ? ആ മേഡം എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് സർ. അകത്തോട്ട് ഒരു മാറ്റമില്ലല്ലോ, കാലം എത്ര കഴിഞ്ഞിട്ട്. ആ വരൂ, അങ്ങോട്ടിരിക്കാം. രണ്ടുപേർക്കും ചായ എടുക്കാലോ അല്ലേ? ആയിക്കോട്ടെ. ഷുഗർ കുഴപ്പമില്ല. ശരി, ഞാനിപ്പോ വരാം. ഷെറിനെ 2 ചായ എടുക്കണേ. ഓ ശരി ശരി, ഞാൻ ഇത് റെഡിയാക്കാം. ആ ശരി. മാഡം ജ്യൂസ്. അവർക്ക് ചായ കൊടുത്തോ? കൊടുത്തു. ലഞ്ചിന് അവർ കാണുമോ മാഡം? ഞാൻ പറയാം. ആ